ഹലോ എവരിവൺ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പറയുന്നത്. റൂട്ട് 5 അല്ലെ റൂട്ട് 2 ഇതൊക്കെ ഇറാഷണൽ ആണോ റാഷണൽ ആണോ എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. പണ്ട് മാത്തമാറ്റീഷ്യന്മാർ ബിലീവ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇത് എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ഫ്രാക്ഷൻസ് ആക്കി എഴുതാൻ പറ്റും എന്നാണ്, എക്സാക്റ്റ് ഫ്രാക്ഷൻ ആക്കി എഴുതാൻ പറ്റും എന്നുള്ളൊരു ബിലീവ്സ് ആയിരുന്നു അവർക്കുണ്ടായിരുന്നത്. ആ സമയത്താണ് എന്തെന്ന് ഈ റൂട്ട് 5 റിബല്ലുകൾ ഇവരുടെ കടന്നുകയറ്റം, അതായത് റൂട്ട് 5 റൂട്ട് 2 അങ്ങനത്തെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ഇതിൻ്റെ കടന്നുകയറ്റം വന്നത്. അപ്പോഴാണ് ഈ മാത്തമാറ്റീഷ്യന്മാർ റിയലൈസ് ചെയ്യാൻ തുടങ്ങിയത് ഇതിനെ നമുക്ക് എക്സാക്റ്റ് ഫ്രാക്ഷനാക്കി എഴുതാൻ പറ്റില്ല എന്നുള്ളത്. അപ്പം നമുക്കതൊന്ന് പ്രൂവ് ചെയ്യുക അല്ലേ. അതായത് ഈ ശാസ്ത്രജ്ഞന്മാരെ മാത്തമാറ്റീഷ്യന്മാരെ കുഴക്കിയ ഈ നമ്പേഴ്സ് നമുക്കൊന്ന് പ്രൂവ് ചെയ്ത് നോക്കണം, ഇത് റാഷണൽ ആണോ എന്ന്. അതിനു മുമ്പേ നമുക്ക് എന്തറിയണം, ഈ റാഷണൽ എന്താണെന്നുള്ളത് നമുക്കറിയണം അല്ലേ. ഇറാഷണൽ എന്താണെന്നുള്ളത് നമുക്കറിയണം. എന്താണ് ഇറാഷണൽ? വാട്ട് ഈസ് ഇറാഷണൽ നമ്പർ? അപ്പോൾ ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? എ നമ്പർ ദാറ്റ് cannot be written in the form p by q, where p and q are എന്താണ്? ഇൻറ്റീജേഴ്സ് ആണ്. ഇൻറ്റീജേഴ്സ് ആൻഡ് പിന്നെന്താണ്? q not equal to 0 ആണ്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഇറാഷണൽ നമ്പർ എന്ന് പറയുന്നത്. ഇനി നമ്മളുടെ റൂട്ട് 5 പ്രൂവ് ചെയ്യണം. നമുക്ക് പ്രൂവ് റൂട്ട് 5 ഈസ് ഇറാഷണൽ. അപ്പോൾ അത് റാഷണൽ ആണെന്ന് പ്രൂവ് ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ എന്ത് ചെയ്യണം? അതിൻ്റെ കോൺട്രഡിക്ഷൻ അസ്യൂം ചെയ്യുക. കോൺട്രഡിക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ അതായത് റൂട്ട് 5 ഇറാഷണൽ ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പം നമ്മൾ എന്ത് പ്രൂവ് ചെയ്യുക? റൂട്ട് 5 റാഷണൽ ആണോ എന്ന് പ്രൂവ് ചെയ്യുക. അപ്പം നമ്മൾ സപ്പോസ് ചെയ്യുക, പ്രൂവ് ചെയ്യല്ല, സപ്പോസ് അസ്യൂം ചെയ്യാണ്. സപ്പോസ് എന്താണ് കോൺട്രഡിക്ഷൻ? റൂട്ട് 5 ഈസ് റാഷണൽ ആണെന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിക്കുക. എന്നിട്ട് നമുക്കത് റാഷണൽ അല്ല എന്ന് കിട്ടുകയാണെങ്കിൽ നമുക്ക് പറയാം ഇത് റാഷണൽ ആണ്. നമുക്ക് നോക്കാം അതെങ്ങനെയാണ് റാഷണൽ ആണോ എന്നറിയാം. അപ്പം നമ്മൾ അസ്യൂം ചെയ്യാണ്. എന്തെന്ന്? പ്രൂഫാണ്. അപ്പോൾ അസ്യൂം റൂട്ട് 5 ഈസ് റാഷണൽ. അങ്ങനെ അങ്ങ് പറഞ്ഞു. അപ്പോൾ റാഷണൽ ആണെന്നെങ്കിൽ എന്താണ്? ആ നമ്പറിനെ നമുക്ക് p/q ഫോമിൽ എഴുതാമല്ലോ. അപ്പം നമുക്ക് റൂട്ട് 5 ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്യാം? p/q എന്ന് എഴുതി. q നോട്ട് ഈക്വൽ ടു 0 ആൻഡ് p ആൻഡ് q ആർ ഇൻറ്റീജേഴ്സ്. അതൊക്കെ കിട്ടിയല്ലോ. അപ്പം നമുക്ക് ഈ റൂട്ടിനെ മാറ്റാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? സ്ക്വയർ ചെയ്യാണ് ബോത്ത് സൈഡ്സിൽ. സ്ക്വയർ ഓൺ ബോത്ത് സൈഡ്. നമ്മൾ ബോത്ത് സൈഡിൽ സ്ക്വയർ ചെയ്യണം. അപ്പോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? റൂട്ട് 5 സ്ക്വയർ ചെയ്യുമ്പോൾ 5 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് വരും? p²/q² എന്ന് വന്നു. ഓക്കെ. അപ്പോൾ ഇതിനെ നമുക്ക് എന്തെഴുതാം? p² ഈക്വൽ ടു 5q² എന്ന് എഴുതാമല്ലോ. അപ്പോൾ p എന്ന് പറയുന്നത് എന്താണ്? p ഈസ് ഈക്വൽ ടു 5² എന്നാണ്. p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. ഇത് 5 ഇൻറ്റു q². അപ്പോൾ p² എന്ന് പറയുന്നത് മൾട്ടിപ്പിൾ ഓഫ് q ആണ്, മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അപ്പോൾ എന്താണ്? അപ്പോൾ മൾട്ടിപ്പിൾ ഓഫ് p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണെങ്കിൽ p എന്താണ്? p ഇറ്റ്സെൽഫ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അപ്പോൾ നമുക്കൊരു ഒരു തിയറം ഉണ്ട്. എന്താണ് ആ തിയറം? ഒരു p കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് അതായത് പറഞ്ഞുതരാം. ഒരു p എന്ന് പറയുന്നൊരു പ്രൈം നമ്പർ ഉണ്ടെങ്കിൽ അതിനെ p കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, അതായത് ഇഫ് p ഡിവൈഡ്സ് a² ആണെങ്കിൽ നമുക്ക് എനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്ക്വയറിലുള്ള ടേമിനെയാണ് ഡിവൈഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് അതിൻ്റെ സ്ക്വയറില്ലാത്ത അതിൻ്റെ ടേമിനെയും നമുക്ക് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ p എന്ന് പറയുന്നത് ഹെൻസ് p ഇറ്റ്സെൽഫ് മസ്റ്റ് ബി ഡിവിസിബിൾ ബൈ 5 ആണ്. പിന്നെ എന്താണ്? ഈ ക്യൂവിനും p എന്താണ്? ഒരു 1 എന്നല്ലാണ്ട് വേറെ കോമൺ ഫാക്ടറൊന്നുമില്ല.
അപ്പോൾ അത് കിട്ടിയില്ല. അപ്പം നമ്മൾ സ്ക്വയറാണ് കിട്ടും. അപ്പോൾ നമുക്കറിയാം ബിക്കോസ് ഇഫ് എ പ്രൈം ഡിവൈഡ്സ് എ സ്ക്വയർ ഇറ്റ് ഡിവൈഡ്സ് ദ ബേസ്. അതായത് സ്ക്വയറിനെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ബേസിനെയും ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പം നമുക്ക് റൈറ്റ് പി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് ചെയ്താൽ 5k എന്ന് എഴുതി. എന്തുകൊണ്ടാണ്? അപ്പോൾ k എന്ന് പറഞ്ഞാൽ ഇൻറ്റീജറാണ്, സബ്സ്റ്റിറ്റ്യൂട്ട് ബാക്ക്. അപ്പം നമ്മൾ പിക്ക് പകരം 5k എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ 5q² is equal to നമുക്ക് എന്ത് ചെയ്താൽ 5k എന്ന് എഴുതാം. 5k എന്ന് എഴുതി. 5q² is equal to 5k എന്ന് എഴുതി. അപ്പം നമ്മൾ ഇതിനെ രണ്ട് സൈഡിലും p² is equal to 5q² ആണല്ലോ. പിന്നെ ഇവിടെ p is equal to 5k ആണ്. p is equal to 5k ആയതുകൊണ്ട് p is equal to 5k ആണ്. നമ്മൾ ഇതിൽ കൊടുക്കുമ്പം എന്ത് വരും? p² എന്ന് പറയുമ്പോൾ ഇത് ഇന്ന സ്ക്വയർ ചെയ്യുമ്പോൾ എന്ത് വരും? 5q² is equal to 25k² എന്ന് വന്നു. അപ്പോൾ q² is equal to നമുക്ക് എന്ത് ചെയ്താൽ 5k² എന്ന് എഴുതാം അല്ലേ. അപ്പോൾ q² എന്ന് പറയുന്നത് എന്താണ്? മൾട്ടിപ്പിൾ ഓഫ് ആദ്യം നമ്മൾ പറഞ്ഞു ആദ്യം നമ്മളെന്താ പറഞ്ഞത്? p² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണ്. അതുപോലെ ഇവിടെ എന്ത് പറഞ്ഞു? q² ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 5 ആണെന്ന് പറഞ്ഞു. അപ്പോൾ പിയും ക്യൂവും മൾട്ടിപ്പിൾസ് ഓഫ് 5 ആണെങ്കിൽ തന്നെ പിയും ക്യൂവും ഡിവിസിബിൾ ബൈ 5 ആയിരിക്കും. പക്ഷെ അന്നേരം എന്താണ്? ഇതിന് രണ്ടിനും എന്താണ്? ഒരു കോമൺ ഫാക്ടർ വന്നില്ലേ? 5 എന്ന് പറയുന്ന ഒരു കോമൺ ആയിട്ട് 5 വന്നു. അപ്പോൾ എന്താണ്? പക്ഷെ നമുക്കറിയാം പിയും ക്യൂവിനും കോമൺ ആയിട്ടൊരു ഫാക്ടർ ഇല്ലത് കോപ്രൈമാണ് 1 അല്ലാണ്ട്. പക്ഷെ നമുക്കിവിടെ എന്ത് കിട്ടി? പിക്കും ക്യൂക്കും കോമൺ ആയിട്ട് 5 എന്ന് പറയുന്ന ഫാക്ടർ ഉണ്ടെന്ന് കിട്ടി. കോമൺ ഫാക്ടർ കിട്ടി, കോൺട്രഡിക്റ്റിംഗ് ദ അസംഷൻ. അപ്പോൾ നമുക്ക് എന്ത് പറയുക? √5 ഈസ് ബിക്കോസ് എസ്യൂം √5 റാഷണൽ ആണെന്നാണ് നമ്മൾ ഇതാക്കിയത്. അപ്പോൾ എന്താണ്? അത് റാഷണൽ അല്ല എന്ന് നമുക്ക് ഇതാക്കാൻ പറ്റി. കാരണം എന്താണ്? നമ്മുടെ കോമൺ ഫാക്ടർ ഉണ്ട്. p/q എഴുതുമ്പോൾ p ആൻഡ് q എന്താണ്? കോപ്രൈമാണെന്ന് പറഞ്ഞാൽ ഇനി കോമൺ ഫാക്ടർ ഇല്ല എന്ന് പറഞ്ഞു. റാഷണൽ ആണെന്ന് പറഞ്ഞ് നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ പിൻ്റെയും ക്യൂവിൻ്റെയും കോമൺ ഫാക്ടറായിട്ട് 5 കിട്ടി. അപ്പോൾ നമ്മളുടെ അസംഷൻ ശരിയാണോ? അല്ല, തെറ്റാണ്. അപ്പോൾ അതെന്താണ്? അത് കോമൺ ഫാക്ടർ, അത് റാഷണൽ അല്ല, അത് ഇറാഷണലാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് എന്ത് പറയാം? √5 മസ്റ്റ് ബി ഇറാഷണൽ. റാഷണൽ എന്ന് കിട്ടിയല്ലോ, ഇത് കിട്ടി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 3 + 2√5 റാഷണൽ ആണോ ഇറാഷണൽ ആണോ എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. 3 + 2√5 ക്വസ്റ്റ്യൻ നോക്കട്ടെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ രണ്ടാമത്തത് പ്രൂവ് 3 + 2√5 റാഷണൽ ഓർ ഇറാഷണൽ ആണോ? റാഷണൽ ഓർ ഇറാഷണൽ. അപ്പം നമ്മൾ 3 + 2√5 എന്ന് പറഞ്ഞാൽ ഈ √5 ഇറാഷണൽ ആണെന്ന് നമ്മൾ ഓൾറെഡി പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഒരു √5 റാഷണലാണ്. അങ്ങനെയാണെങ്കിൽ എന്താണ്? അപ്പോൾ എന്താണ്? 2 × അതായത് ഒരു അതിൻ്റെ കൂടെ ഒരു 2 കൂടെ മൾട്ടിപ്ലൈ ചെയ്തിട്ട് 2 × അല്ലെങ്കിൽ ഒരു നമ്പർ ഇൻറ്റു ഇറാഷണൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ഓൾറെഡി എന്തായിരിക്കും? ഇറാഷണൽ നമ്പർ ആയിരിക്കും. അപ്പോൾ 2 × √5 എന്താണ്? ഇറാഷണൽ ആണ്. അപ്പോൾ ഈ ഒരു ഇറാഷണൽ നമ്പറിൻ്റെ കൂടെ ആഡിങ് 3 to an irrational number എന്ന് പറഞ്ഞാൽ അതെന്തായിരിക്കും? അതും ഇറാഷണൽ ആയിരിക്കും. അപ്പോൾ 3 + 2 × √5 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ ആണ്. മനസ്സിലായോ? അതായത് 3 + 2√5 എന്ന് പറഞ്ഞാൽ √5 ഇറാഷണൽ ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു നമ്പർ റാഷണൽ നമ്പർ ബൈ ഒരു നമ്പർ മൾട്ടിപ്ലൈ ചെയ്യുമ്പം അതും എന്താണ്? 2 × √5 അല്ലെ 3 × √5 അതും എന്തായിരിക്കും? ഒരു റാഷണൽ നമ്പറിനോട് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്നതും ഇറാഷണൽ നമ്പർ ആയിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക? റിമൈൻസ് ഇറാഷണൽ നമ്പർ കിട്ടും. അപ്പോൾ 3 + 2√5 എന്ന് പറയുന്നത് എന്താണ്? ഇറാഷണൽ നമ്പറാണെന്ന് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് ആ നമ്പറും കിട്ടി. ഇനി നമുക്ക് ഇതേപോലെ തന്നെയാണ് ബാക്കിയുള്ള ടെക്സ്റ്റ് ബുക്കിലുള്ള 1/2 √2 7 √5 6 + √2 എന്ന് പറയുന്ന ഇതൊക്കെ ഇതേ മെത്തേഡിലാണ് ചെയ്യേണ്ടത്. അത് ഞാൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻസ് തരാം. എന്താണ്? 3 + √5 അതൊന്നും ചെയ്തിട്ടുണ്ട്. ഇനി പ്രൂവ് that the following are irrational.
അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 1/√2. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 7 × √5. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ് 6 + √2. ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് വല്ല ഡൗട്ടും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതിയാൽ മതി. ഞാനത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. അപ്പം നമ്മൾ റിയൽ നമ്പേഴ്സ് നമ്മൾ തീർത്തു, നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അപ്പോൾ ഇനി അടുത്ത